ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവൃത്തി ദിവസം ആരംഭിക്കുന്നത് ദേശീയ ഗാനത്തോടുകൂടിയാണ്. എന്നാൽ ഒരു കഫേ ദിവസം തുടങ്ങുന്നത് ദേശീയ ഗാനത്തോടുകൂടിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഹൈദരാബാദിലെ രാമേശ്വരം കഫേയിലാണ് അപൂർവമായ കാഴ്ച. എല്ലാ ദിവസവും രാവിലെ 5 മണിക്കാണ് കഫേ തുറക്കുന്നത്. അതിന് പിന്നാലെ ജീവനക്കാരെല്ലാവരും കഫേയുടെ മുന്നിൽ ഒത്തുചേർന്ന് ദേശീയ ഗാനം ആലപിക്കും. തുടർന്ന് ഭാരത് മാതാ കീ ജയ് വിളികളോടുകൂടി തങ്ങളുടെ കർത്തവ്യങ്ങളിലേക്ക് കടക്കും. ദേശീയ മാധ്യമമായ നവഭാരത് ടൈംസ് ആണ് ഹൈദരാബാദിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. സുദർശനം ഫേസ്ബുക്ക് പേജും സമാനമായ ദൃശ്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. കഫേ മാനേജ്മെന്റിനെയും ജീവനക്കാരെയും പ്രശംസ കൊണ്ട് മൂടുകയാണ് സോഷ്യൽ മീഡിയയിലെ ദേശസ്നേഹികൾ. ബാംഗ്ലൂരിലെ രാമേശ്വരം കഫേയിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ചും കമന്റുകളിൽ നിറയെ പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ കഫേ അവർ ടാർഗറ്റ് ചെയ്തത്. ചുമ്മാതല്ല, ഇന്ത്യയിലെ കറാച്ചി കുഞ്ഞുങ്ങൾ വരെ അവിടെ ബോംബ് വെക്കാൻ വേണ്ടി എത്തിച്ചേർന്നത്. എന്തൊരു പോസിറ്റീവായ തുടക്കം, അനുകരണീയം എന്നിങ്ങനെയാണ് ആളുകൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. മാർച്ച് 1-ാം തീയതി ബാംഗ്ലൂർ രാമേശ്വരം നടന്ന ഭീകരാക്രമണത്തിൽ 10 പേർക്കായിരുന്നു പരിക്കേറ്റത്. തുടർന്ന് കഫേ ദീർഘനാളത്തേക്ക് അടച്ചിട്ടിരുന്നു. ഇതിന് പിന്നാലെ പ്രവർത്തനം തുടങ്ങിയതും ദേശീയ ഗാനത്തോടുകൂടി തന്നെയായിരുന്നു. സംഭവത്തിൽ കർണാടകയിലെ ശിവമോഗ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് അഥവാ IS മൊഡ്യൂളിലെ അംഗങ്ങളെ NIA അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫർഹത്തുള്ള ഘോരിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സ്ഫോടനം. വർഷങ്ങളായി ഇന്ത്യൻ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള വ്യക്തിയാണ് ഘോരി. പാക് ISIയുടെ പിന്തുണയോടുകൂടിയാണ് ഇയാളുടെ പ്രവർത്തനങ്ങൾ. അത്രയും നമ്മൾ കണ്ടതാണ്. മാർച്ച് 1-ാം തീയതി 2024 മാർച്ച് 1-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു വർഷം പോലും ആയിട്ടില്ല എന്ന് ചുരുക്കം. മാർച്ച് 1-ാം തീയതി രാമേശ്വരം കഫേയിൽ നടന്ന വലിയ ഒരു സ്ഫോടനം. ഇതാദ്യം ആരാണ് ബോംബ് വെച്ചത്, എന്താണ് സംഭവിച്ചത് എന്നൊന്നും മനസ്സിലായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ NIA കസ്റ്റഡിയിൽ എടുക്കുന്നു. ഇയാളാണ് പ്രധാന പ്രതി എന്ന് തുടക്കത്തിൽ തന്നെ സംശയിക്കുന്നു. ബെല്ലാരി സ്വദേശിയായ ഷാബിറിനെയാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ബെല്ലാരി കേന്ദ്രീകരിച്ച് NIA വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്തി. ആ അന്വേഷണമാണ് ഷാബിറിലേക്ക് എത്തിയത്. സ്ഫോടനത്തിന് പിന്നാലെ ഇയാളെ പ്രതിയാണ് എന്ന് സംശയിച്ചു. ഇയാളുടെ മുഖം മൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇയാള് ഇടയ്ക്ക് എപ്പോഴോ ഒരല്പം മുഖം ഇയാളുടേത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചു. സംഭവ സ്ഥലത്ത് നിന്ന് പ്രതി എവിടേക്കാണ് യാത്ര ചെയ്തത് എന്നത് സംബന്ധിച്ച വിവരം ശേഖരിക്കാൻ കഴിഞ്ഞത് അന്വേഷണത്തിൽ അന്ന് നിർണായകമായി. നഗരത്തിലെ വിവിധ ബസ്സുകൾ മാറി ഇയാൾ കയറി. അതൊക്കെ ഇയാളുടെ അന്വേഷണത്തിൽ നിന്നും പോലീസിനെ വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മറയായിരുന്നു. ഇയാൾ അങ്ങനെ തൂമക്കുരുവിലേക്ക് പോകുന്നു. ഇവിടെ വെച്ച് വസ്ത്രം മാറി ഒരു ആരാധനാലയത്തിലേക്ക് കയറി. അതിനുശേഷം ബെല്ലാരിയിലേക്ക് പോയി. ഇതാണ് അന്വേഷണ സംഘം പ്രാഥമികമായി കണ്ടെത്തിയത്. ഇയാള് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. ബെല്ലാരി കേന്ദ്രീകരിച്ച് NIA അന്വേഷണം നടത്തുന്നു എന്ന് അറിയുന്നു. ആൾ അതീവ ഭക്തി ചമഞ്ഞ് എപ്പോഴും പള്ളിയിൽ 5 നേരവും പള്ളിയിൽ പോയി നമസ്കരിച്ച് നമസ്കാര തഴമ്പ് നെറ്റിയിൽ നിന്നും മാറുന്നേയില്ല. വെള്ളിയാഴ്ച ജുമഅയ്ക്ക് ഫസ്റ്റ് സഫിൽ എത്തുന്നു. കാരണം ആരും സംശയിക്കരുതല്ലോ. ഇത് പതിവിൽ നിന്ന് വിപരീതമായ ഒരാൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം എത്തും. അങ്ങനെ ശിവമോഗ ബെല്ലാരി IS മൊഡ്യൂളുകളിൽ പ്രവർത്തിച്ചിരുന്ന നിരവധി ആളുകൾ നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു. വിവിധ ജയിലുകളിൽ കഴിഞ്ഞു വരുന്ന പ്രതികളെ പിന്നെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് ബെല്ലാരിയിൽ നിന്ന് നേരത്തെ തന്നെ അറസ്റ്റിലായ വസ്ത്രവ്യാപാരിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഷാബിറിലേക്ക് NIA സംഘം എത്തുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ആൾ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് മനസ്സിലായത്. തൊട്ടടുത്ത ദിവസം തന്നെ 2 പ്രതികളുടെ ചിത്രങ്ങളാണ് ദേശീയ അന്വേഷണ ഏജൻസി പുറത്തുവിട്ടത്. പ്രതികളായ അബ്ദുൽ മത്തീൻ അഹമ്മദ് ത്വാഹ, മുസാവിർ ഹുസൈൻ ഷാഹിബ്, ഈ 2 ചിത്രങ്ങളാണ്. കേസിലെ മുഖ്യപ്രതിയായ മുസമ്മിൽ ഷെരീഫിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് അടുത്ത ആളിലേക്ക് പോലീസ് എത്തിയത്. വിവിധ സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടന്നു. അതിനും ഒടുവിലാണ് മുസമ്മിൽ ഷെരീഫ് എന്ന വ്യക്തി അറസ്റ്റിലാകുന്നത്. കർണാടകയിലെ 12, തമിഴ്നാട്ടിലെ 5, ഉത്തർപ്രദേശിലെ 1, ഈ സ്ഥലത്തൊക്കെ NIA വ്യാപകമായ രൂപത്തിൽ പരിശോധന നടത്തി.
പ്രതികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. പ്രതികൾ വ്യാജ ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും ഉപയോഗിക്കുന്നുണ്ട് എന്നും NIA അറിയിച്ചു. കഫേയിൽ സ്ഫോടന വസ്തുവായ IED പതിപ്പിച്ചത് ഈ മുസാവിർ ഹുസൈൻ എന്ന വ്യക്തിയാണെന്നും അഹമ്മദ് ത്വാഹ ഗൂഢാലോചനയിൽ പങ്കെടുത്ത വ്യക്തിയാണെന്നും ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് NIA കണ്ടെത്തി. മാർച്ച് 1-ാം തീയതി ബ്രൂക്ക്ഫീൽഡ് ഏരിയയിലെ ഇന്റർനാഷണൽ ടെക്നോളജി പാർക്ക് ലിമിറ്റഡ് റോഡിലെ രാമേശ്വരം കഫേയാണ് ഇവരെ ലക്ഷ്യം വെച്ചത്. സ്ഫോടനത്തിൽ 9 പേർക്കാണെന്ന് പരിക്കേറ്റത്. സ്ഫോടനം നടത്തുന്നതിന് 2 മാസം മുമ്പ് പ്രതികൾ അയൽ സംസ്ഥാനങ്ങളിൽ താമസിച്ചിരുന്നു എന്നതിന് NIA സംഘം തെളിവ് നിരത്തിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രിവെൻഷൻ ആക്ട് അടക്കം ചേർത്ത് പോലീസ് കേസെടുത്തിരുന്നു. CCTV ദൃശ്യങ്ങളിലൂടെയാണ് പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞത്. ടൈമർ ഘടിപ്പിച്ച IED ഉപകരണമാണ് സ്ഫോടനത്തിന് കാരണമെന്ന് അന്വേഷണത്തിൽ NIA കണ്ടെത്തി. ഈ 2 ഭീകരന്മാരും ശിവമോഗയിലെ IS മൊഡ്യൂളുകളിൽ ഉള്ളവരാണ് എന്ന് NIA ആണ് സ്ഥിരീകരിക്കുന്നത്. സ്ഫോടനത്തിന് മുമ്പും ശേഷവും ഇവർ ചെന്നൈയിലും ആന്ധ്രയിലും നെല്ലൂരിലും ഒളിവിൽ കഴിഞ്ഞിരുന്നതായിട്ടാണ് വിവരം. ഹോട്ടലിലെത്തി IED സ്ഥാപിച്ച ഇയാളെ ഈ CC ക്യാമറയുടെ സഹായത്തോടുകൂടി NIA തിരിച്ചറിഞ്ഞതോടുകൂടി കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം അപ്പോൾ തന്നെ വ്യാപിപ്പിച്ചു. തൊപ്പിയും മുഖമൂടിയും കണ്ണടയും ധരിച്ച് ഇയാൾ കഫേയിലേക്ക് പ്രവേശിക്കുന്ന ചിത്രമാണ് NIA പുറത്തുവിട്ടത്. പ്രതികളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്ന ആളുകൾക്ക് തുടക്കത്തിൽ തന്നെ, കാരണം ഇവരെ കണ്ടുപിടിക്കണമല്ലോ, അതുകൊണ്ടാണ് 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചത്. മാർച്ച് 1-ാം തീയതി ഉച്ചയോടുകൂടിയാണ് വൈറ്റ്ഫീൽഡിലെ കഫേയിലേക്ക് ഇവർ കയറി വരുന്നത്. ഹോട്ടലിലെ ജീവനക്കാരായ 3 പേർ ഉൾപ്പെടെ 10 പേർക്കാണെന്ന് പരിക്കേറ്റത്. ഭക്ഷണം കഴിക്കാനാണ് എന്ന വ്യാജേന എത്തിയ ആൾ വാഷ്റൂമിലേക്ക് പോകുന്നു, കൈ കഴുകുന്നു, തിരിച്ചു വന്ന വഴിക്ക് ഒരു ബാഗ് അവിടെ വെക്കുന്നു. അതിനകത്താണ് സ്ഫോടക വസ്തു ഉണ്ടായിരുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് IEDയുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. സ്ഫോടനം നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷം കനത്ത സുരക്ഷയിലായിരുന്നു രാമേശ്വരം കഫേ. എന്നിട്ട് പിന്നീട് വീണ്ടും തുറക്കുകയാണ്. പിന്നീട് ആ 2 പേരെ ചോദ്യം ചെയ്തതിൽ നിന്ന് 4 പേരിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തിച്ചേർന്നു. അങ്ങനെ 4 പേരെ കസ്റ്റഡിയിലെടുത്തു. ശക്തി കുറഞ്ഞ IED ബോംബുകളാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ചത് എന്നാണ് പോലീസ് സ്ഥിരീകരിച്ചത്. 2022 മംഗളൂരുവിലുണ്ടായ സ്ഫോടനത്തിലും ഇതുമായിട്ട് ബന്ധമുണ്ടോ, അതേ IED സ്ഫോടക വസ്തുക്കളായിരുന്നു അതിലും ഉപയോഗിച്ചത് എന്നതടക്കം NIA പരിശോധിച്ചിരുന്നു. അങ്ങനെ ബംഗളൂരു, ധർവാഡ്, ഹുബ്ബളി സ്വദേശികളെ NIA അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ സാന്നിധ്യത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിരുന്നു. ശക്തി കുറഞ്ഞ IED ബോംബാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ചത് എന്ന് സ്ഥിരീകരിച്ച പോലീസ് 2022 മംഗളൂരുവിലും അതേ സാധനം തന്നെയാണ് ഉപയോഗിച്ചത് എന്ന് കണ്ടെത്തി. അങ്ങനെ രാമേശ്വരം കഫേയിലേക്ക് നട്ടുച്ചയ്ക്ക് കയറി വന്ന ആള് 10 എന്ന് എഴുതിയ വെള്ളത്തൊപ്പി ധരിച്ച കണ്ണടയാണ് ഇയാൾ ധരിച്ചിരുന്നത്. വെള്ളത്തൊപ്പിയിലായിരുന്നു 10 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്. കണ്ണട ധരിച്ചിരുന്നു. ശുചിമുറിയുടെ പുറത്തേക്ക് ബാഗ് ഉപേക്ഷിച്ചു. ഇതൊക്കെയാണ് സ്ഥിരീകരിച്ചത്. എന്നിട്ട് അയാൾ റവ ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത്. അത് കഴിച്ചില്ല, ഓർഡർ ചെയ്തതേ ഉള്ളൂ. വാഷ് ഏരിയയിലേക്ക് ബാഗ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇയാൾ പുറത്തേക്ക് പോകുകയാണ് ചെയ്തത്. പ്രതിക്ക് 30 മുതൽ 35 വയസ്സ് വരെ പ്രായമുണ്ട് എന്ന് തുടക്കത്തിൽ തന്നെ അന്വേഷണ ഏജൻസി കണ്ടെത്തി. തൊപ്പി കൊണ്ട് മുഖം മറയ്ക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ബില്ലിംഗ് കൗണ്ടറിലെ CCTV ക്യാമറയിലാണ് മുഖം പതിഞ്ഞത്. തൊട്ടടുത്തുള്ള മറ്റൊരു കടയിലെ CCTVയിൽ ഇയാൾ ബസ് ഇറങ്ങി നടന്നു വരുന്നത് കാണാം. റോഡരികിലെ കടകളുടെ CCTVയിൽ അയാൾ പതിയാതിരിക്കുന്നതിന് വേണ്ടി ഫുട്പാത്ത് ഒഴിവാക്കി റോഡിലൂടെയാണ് ഇയാൾ നടന്നത്. ഇയാൾ നടക്കുന്ന ദൃശ്യം കേന്ദ്രീകരിച്ച് 8 സംഘങ്ങളായി തിരിഞ്ഞ് ബംഗളൂരു നഗരത്തിൽ പ്രതിക്ക് വേണ്ടി നടത്തിയ തെരച്ചിലിലാണ് 4 പേരെ കൂടി കിട്ടിയത്. കർണാടക സ്വദേശികളായി ഇവരെ കേസ് അന്വേഷിക്കുന്ന സിറ്റി സെൻട്രൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് ചോദ്യം ചെയ്തത്. അങ്ങനെ കസ്റ്റഡിയിലുള്ളത് ആരാണെന്നോ ഇവരുടെ പങ്കോ ആ സമയത്തൊന്നും അവര് NIA ഏജൻസികളൊന്നും വെളിപ്പെടുത്തിയിരുന്നില്ല. ബോംബ് ഇവരെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്തത്, ഡിജിറ്റൽ ടൈമർ ഉപയോഗിച്ചിട്ടാണ് സ്ഫോടനം നടത്തിയത് എന്ന് NIA കണ്ടെത്തി. അങ്ങനെ മംഗളൂരുവിലെ ഓട്ടോറിക്ഷയിൽ കുക്കർ പൊട്ടിത്തെറിച്ചല്ലോ, കുക്കർ ബോംബ്, അതും ഇതിനകത്തും സമാനതകളുണ്ട് എന്നാണ് NIA കണ്ടെത്തിയത്. ഈ സ്ഫോടനത്തിന് പിന്നിൽ ശിവമോഗ ISIS മൊഡ്യൂളിലെ അംഗങ്ങൾക്ക് കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ഇക്കാര്യം ഉപമുഖ്യമന്ത്രിയും സ്ഥിരീകരിച്ചിരുന്നു. NIA, IB, ISG ഇവരുടെയൊക്കെ ഏജൻസികളുമായിട്ടൊക്കെ സഹകരിച്ചിട്ടായിരുന്നു അന്ന് അന്വേഷണം നടത്തിയത്. NIA സംഭവ സ്ഥലത്ത് പരിശോധന നടത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിത് ചെയ്തത് എന്ന് മനസ്സിലായി. കാഫിറുകൾ നടത്തുന്ന സ്ഥാപനമാണ് എന്നതൊന്ന്, ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം. ഒരു ദിവസം തന്നെ അവിടുത്തെ വിറ്റുവരവ് കോടികളാണ് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അത്രയും കോടികൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം, അത്രയധികം ആളുകൾ വരുന്ന ഒരു സ്ഥാപനം. അപ്പോൾ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? കൂടുതൽ ആളപായങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടണം, കാഫിറുകളായിരിക്കണം.
ഇവരുടെ എല്ലാ ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ദേശീയ ഗാനം കൊണ്ട് ആരംഭിക്കുന്ന, ദേശ സ്നേഹത്തോടൊപ്പം നിൽക്കുന്ന, ദേശീയതയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന രാമേശ്വരം കഫേ തന്നെ കാക്കാമാര് ലക്ഷ്യം വെച്ചതിന് പിന്നിൽ. നന്ദി.